ഹായ്. അപ്പം നമ്മൾ ഏകദേശം പാക്കിങ് കഴിഞ്ഞു. ഇത് നമുക്ക് വരുന്നത് ചെറുമണി അരി 5 കിലോ കേട്ടോ. അപ്പം നമുക്ക് ബാക്കി വരുന്നത് ഒരു സോപ്പ്, പരിപ്പ്, പഞ്ചസാര, ചേച്ചി മഞ്ഞപ്പൊടി, സാമ്പാർ പൊടി, നമുക്ക് വരുന്ന മഞ്ഞപ്പൊടി, സാമ്പാർ പൊടി, മുളക് പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, പായസ കിറ്റ്, ചായപ്പൊടി എടുത്തു, ചായപ്പൊടി, മല്ലിപ്പൊടി, ഇതാ മല്ലിപ്പൊടി, പിന്നെ അത് ചിപ്സ്, ശർക്കര വരട്ടി, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത്. ശർക്കര വരട്ടിയും അതുപോലെ കായ വറുത്തും കൂടെ മിക്സ് ചെയ്തു. പിന്നെ ഒരു ഉപ്പ്, സോപ്പ് ഞാൻ എടുത്തു. പിന്നെ പപ്പടം, പരിപ്പെടുത്തു. പിന്നെ ഇനി അതെടുത്തു. ഇനി ഇത്രയാണ് നമുക്ക് ഒരു കിറ്റിൽ വരുന്നത്. അതായത് പപ്പടം, ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ സാമ്പാർ കിറ്റ്, അതുപോലെ തന്നെ ശർക്കര വരട്ടി, കായ വറുത്തത്, പഞ്ചസാര, അര കിലോയുടെ വെളിച്ചെണ്ണ, പരിപ്പ്, പിന്നെ ഉപ്പ്, കാശ്മീരി മുളക് പൊടി എടുത്തില്ല നോക്കട്ടെ. മുളക് പൊടി നമ്മുടെ കാശ്മീരി മുളക് പൊടി കേട്ടോ. പിന്നെ 5 കിലോ അരി, പിന്നെ ഒരു സാമ്പാർ കിറ്റ്, പിന്നെ നമ്മുടെ മുണ്ടുണ്ട്. ഒരു മുണ്ട് കൂടെ എടുത്തോ. ഇതിലാക്കിയാ മതിയോ മുണ്ട്? ഒരു മുണ്ട്. ഈ മുണ്ട് അച്ഛനാണ് സ്പോൺസർ കേട്ടോ. അച്ഛനാണ് ഈ മുണ്ടിന്റെ സ്പോൺസർ, അച്ഛനാണ്. അപ്പൊ ഈ ഒരു മുണ്ട് ഇത്ര ഐറ്റമാണ് നമുക്ക് ഒരു കിറ്റിൽ വരുന്നത്. ഇത് 5 കിലോ അരി, ഇത്രയും സാധനങ്ങൾ. പിന്നെ ഒരു സാമ്പാർ കിറ്റ് വരുന്നുണ്ട്. സാമ്പാർ കിറ്റ് നമുക്ക് നാളെ രാവിലെ നമ്മൾ എടുക്കുള്ളൂ. കാരണം പച്ചക്കറിയല്ലേ, ചീത്തയാവും. അതുകൊണ്ട് രാവിലെ എത്തുള്ളൂ. പിന്നെ അച്ഛൻ എന്തോ പറയണമെന്ന് പറയണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു. എൻ്റെ കൊച്ചു, ഞങ്ങൾക്ക് ഇത് സാധിച്ചിട്ടേ ഇല്ല ഇന്ന് വരെയായിട്ടും. എൻ്റെ ജീവിതത്തിൽ സാധിച്ചിട്ടില്ല. എൻ്റെ കൊച്ചായിട്ട് ഇത് സാധിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്, ഒരു വിഷമവുമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. ഞങ്ങൾക്കത് വളരെ ഹാപ്പി ഓണമായിട്ടാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളുടെ ഓണാഘോഷം ഇതാണ്. ഞങ്ങളെല്ലാവരും ഫാമിലിയാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇതെല്ലാം പാക്ക് ചെയ്യണത്. അമ്മയ്ക്ക് കാലൊന്നും വയ്യ, അതാണ് ഇങ്ങനെ നീട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതിന് കുറ്റം പറഞ്ഞുകൊണ്ട് വരരുത്. നമ്മുടെ കാലിന് വയ്യ. നമ്മുടെ കാല് വെരിക്കോസിന്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. സർജറിയൊക്കെ കഴിഞ്ഞ്, മുട്ടിന്റെ സർജറിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നതാണ്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി അതിനൊന്നും കുറ്റം പറഞ്ഞുകൊണ്ട് ആരും വരരുതേ. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഓണക്കിറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് എല്ലാ മാസവും ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഈ കൈലിയും അതുപോലെ പായസക്കിറ്റും ഒന്നും ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യം കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു 1000 രൂപയ്ക്ക് ഒതുങ്ങുന്ന കിറ്റുകൾ എല്ലാ മാസവും കൊടുക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും, ദൈവത്തെ വിചാരിച്ച് ഞങ്ങൾക്ക് അത് മാത്രമേ ആഗ്രഹമുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും. പിന്നെ നിങ്ങളുടെ നെഗറ്റീവ് ഒക്കെ ഞാൻ എല്ലാം പോസിറ്റീവ് ആക്കുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങൾ നാളെ രാവിലെ 8 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും അല്ലേ ചേച്ചി? ഞാനും അച്ഛനും ബിജോ ചേട്ടനും കൂടിയാണ് രാവിലെ പോകുന്നത്. അമ്മയ്ക്ക് കാല് വയ്യാത്തോണ്ടാട്ടോ. അമ്മയ്ക്ക് കാല് വയ്യാത്തോണ്ടല്ലേ. അമ്മനെ എനിക്ക് കൊണ്ടുപോകുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മയുടെ കാല് വയ്യാത്തോണ്ടാണ് ഞാൻ അമ്മനെ കൊണ്ടുപോകുന്നത്. അമ്മയ്ക്ക് അധികം നടക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ നിങ്ങളോട്. എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ കൊച്ചിന് വേണ്ടി നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും സങ്കടവും എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, ബൈ.